ഈശോയുടെ സ്നേഹത്തിന്റെ പ്രത്യേകതയെക്കുറിച്ച് വചനം പറയാണ്, ആ സ്നേഹത്തിന്റെ വെട്ടം ഒരിക്കലും അസ്തമിക്കുന്നില്ല, തീരുന്നില്ല. എന്ന് വെച്ചാൽ ഞാൻ ഈശോയോട് ഇത്രയും കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി ചെയ്തു, ദൈവരാജ്യത്തിന് വേണ്ടി ചെയ്തു, സഭയ്ക്ക് വേണ്ടി ഇത്രയും ചെയ്തു, മനുഷ്യർക്ക് വേണ്ടി ഇത്രയും നന്മ ചെയ്തു, ഞാൻ ഇത്ര വിശുദ്ധിയിൽ ജീവിച്ചു, അത്രയും നേരം ഈശോ എന്നെ സ്നേഹിക്കുന്നു. ഞാൻ പാപം ചെയ്യുമ്പോൾ, പള്ളി പോകാത്തപ്പോൾ, ഞാൻ ഇച്ചിരി തല്ലിപ്പൊളിയായിട്ട് നടക്കുമ്പോൾ ഈശോ എന്നെ സ്നേഹിക്കാതിരിക്കുന്നു? അല്ല, ഞാൻ എങ്ങനെ ആയാലും ഈ സൂര്യൻ ഉദിച്ച് തന്നെ നിൽക്കുകയാണ്. പിടിയിട്ടുന്നുണ്ടോ? നന്നായിട്ടൊന്ന് മനസ്സിലാക്കിക്കേ. നിങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ എങ്ങനെയാണെന്ന് നോക്കിയിട്ടല്ല ഈശോയുടെ സ്നേഹം. ഈശോ ഇങ്ങനെയാണ്. എങ്ങനെ? അവിടുത്തെ സ്നേഹം ഒരിക്കലും അസ്തമിക്കുന്നില്ല. നോക്ക്, ഈശോയുടെ മുമ്പിൽ പോയിട്ട് കണക്ക് പറയരുത്, കർത്താവ് എനിക്ക് പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരണം, കാരണം ഞാൻ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, ഞാൻ ഇത്രയും പേരെ സഹായിച്ചിട്ടുണ്ട്, ഞാൻ ഇത്രയും പ്രാർത്ഥന ചൊല്ലിയിട്ടുണ്ട്, ഞാൻ ഇത്രയും നന്മ ചെയ്തിട്ടുണ്ട്, സ്നേഹം തരണമേ, ഉത്തരം തരണമേ എന്ന് പ്രാർത്ഥിക്കേണ്ട. കാരണം നീ എങ്ങനെയാണ്, നീ എന്ത് ചെയ്തു എന്ന് നോക്കിയതല്ല ഈശോയുടെ സ്നേഹം. ഈശോയുടെ സ്നേഹം അസ്തമിക്കുന്നില്ല. ക്ലിയർ ആണോ? പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ഈ തല്ലിപ്പൊളികളെ ഈശോ സ്നേഹിക്കുന്നുണ്ട്, നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? എന്നെ നോക്കൂ, നിങ്ങളെ എത്രയും തല്ലിപ്പൊളിയല്ല, എന്നാലും നമ്മളെ ഈശോ സ്നേഹിക്കുന്നുണ്ട്. അച്ഛൻ 1 മണിക്കൂർ വചനം പറഞ്ഞാലും 1 മണിക്കൂർ കടന്നുറങ്ങിയാലും ഈശോ സ്നേഹിക്കും. നിങ്ങളെ അങ്ങനെ സ്നേഹിക്കുന്നില്ലേ എന്ന് വെച്ച് കടന്നുറങ്ങരുത് കേട്ടോ. എഴുന്നേക്കണം, ഉറങ്ങി കഴിഞ്ഞിട്ട് എഴുന്നേക്കണം. ഈശോ ഉറങ്ങാൻ അവസരം തരുന്നതും എഴുന്നേറ്റ് ഓടാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടല്ല, നമ്മുടെ നന്മകളുടെ കണക്ക് നോക്കിയിട്ടല്ല. ഈശോ ഇങ്ങനെയാണ്, ദാറ്റ് ഈസ് ഹിസ് സബ്സ്റ്റൻസ്. അതാണ് കർത്താവിന്റെ ഒരു പ്രത്യേകത. സ്നേഹിച്ചോണ്ടിരിക്കും, ഒരിക്കലും അസ്തമിക്കുന്നില്ല.